വാർത്തകൾ വിശദമായി. കനയ്യക്കെതിരായ വ്യാജ വീഡിയോ തയ്യാറാക്കിയത് മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ സഹായ റിപ്പോർട്ട്. മന്ത്രിയുടെ ഉപദേഷ്ടാവ് ശില്പി തിവാരിയുടെ UR അഡ്രസ്സിൽ നിന്നുള്ളതാണ് വ്യാജ വീഡിയോ എന്ന് പരിശോധനയിൽ കണ്ടെത്തി. അതേസമയം കനയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിലും കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് ദില്ലി സർക്കാരിന് സമർപ്പിക്കും. കന്നയ്യക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച വ്യാജ വീഡിയോകൾ നിർമ്മിച്ചത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയുടെ സഹായിയായിരുന്നെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞത്. സ്മൃതി ഇറാനിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാനേജരും ട്വിറ്ററിൽ കേന്ദ്ര സർക്കാരിന്റെ ആശയപ്രചരിതാവുമായ ശില്പി തിവാരിയാണ് വ്യാജ വീഡിയോയുടെ നിർമ്മാതാവ്. ഫെബ്രുവരി 9 ചടങ്ങിൽ കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്നതായി ശബ്ദശകലങ്ങൾ വ്യാജമായി ചേർത്തത് ശില്പി തിവാരിയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ശില്പി തിവാരിയുടെ URL അഡ്രസ്സിൽ നിന്നാണ് ഈ വ്യാജ വീഡിയോ പ്രചരിച്ചിരിക്കുന്നത്. ഇതേ വീഡിയോ ചില സ്വകാര്യ ചാനലുകൾ കന്നയ്യക്കെതിരായ തെളിവെന്ന പേരിൽ പ്രചരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും വിമർശിക്കുന്നവരെ ട്രോൾ ചെയ്യുന്നവരിൽ പ്രധാനിയായിരുന്നു ശില്പി തിവാരി. സംഭവം വിവാദമായതോടെ ശില്പി തിവാരി ട്വിറ്റർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ശില്പി തിവാരിയെ മാനവ വിഭവശേഷി വകുപ്പിൽ 35,000 രൂപ മാസശമ്പളത്തിൽ ഉപദേഷ്ടാവായി നിയമിച്ചു. നിയമനം നടത്താൻ ചട്ടങ്ങളിൽ ക്രമക്കേട് നടത്തിയ വിവരങ്ങളും പുറത്തായി. അതേസമയം കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് ദില്ലി സർക്കാർ നിയമിച്ച മജിസ്ട്രേറ്റ് തല അന്വേഷണ സംഘം കണ്ടെത്തി. ഇക്കാര്യം വ്യക്തമാക്കിയുള്ള റിപ്പോർട്ട് സർക്കാരിന് അന്വേഷണ സംഘം കൈമാറും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. കനയ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എപ്പോഴത്തേക്കായിരിക്കും കനയ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുക? അല്പസമയങ്ങൾക്കകം തന്നെ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ അന്തിമ വിധി ഉണ്ടാകും. ഇക്കാര്യത്തിൽ ദില്ലി പോലീസ് കനയ്യയ്ക്ക് ജാമ്യം നൽകരുത് എന്നൊരു വാദമായിരിക്കും ഉന്നയിക്കുക എന്നാണ് അറിയുന്നത്. നിലവിൽ ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ അടക്കമുള്ള JNU വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു നിലപാടാണ് ദില്ലി പോലീസ് കൈക്കൊള്ളുന്നത്. എന്നാൽ കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചതിന് വീഡിയോ തെളിവുകളൊന്നും ഇല്ലെന്ന് ദില്ലി പോലീസ് തന്നെ ഹൈക്കോടതി മുമ്പാകെ അറിയിച്ച സാഹചര്യത്തിൽ കനയ്യയ്ക്ക് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിലെ വിദഗ്ധർ നൽകുന്ന സൂചനകൾ. അതിനാൽ തന്നെ അല്പസമയങ്ങൾക്കകം തന്നെ ജസ്റ്റിസ് പ്രതിഭ റാണിയുടെ ബെഞ്ച് കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ അന്തിമ തീരുമാനം അറിയിക്കും. സോമി, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിൻസൻ പോളിനെ നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. നിയമന നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് തീർപ്പാകും വരെ 5 അംഗങ്ങളുടെയും നിയമനത്തിൽ തൽസ്ഥിതി തുടരാനാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് നിർദ്ദേശം നൽകിയത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശിയായ സോമനാഥൻ പിള്ളയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹർജിയിൽ നേരത്തെ പ്രാഥമിക വാദം കേട്ട കോടതി നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിച്ചത്. ഏപ്രിൽ 26 മാത്രമേ ഒഴിവുകൾ നിലവിൽ വരികയുള്ളൂവെന്നും ഹർജി അപക്വമാണ് എന്നും സർക്കാർ വിശദീകരിച്ചെങ്കിലും കേസ് തീർപ്പാകും വരെ 5 അംഗങ്ങളുടെയും നിയമന നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വിൻസൻ പോളിന്റെയും മറ്റും നിയമനം യോഗ്യരായ പലരെയും മറികടന്നാണ് എന്ന് ഹർജി ഭാഗം കോടതിയിൽ ആരോപിച്ചു. കേസ് ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നികുതി പിരിവിന്റെ പേരിൽ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന മനുഷ്യത്വരഹിതമായ നയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സർക്കാർ നിലപാടിന്റെ രക്തസാക്ഷിയാണ് അമ്പലപ്പുഴയിലെ ആത്മഹത്യ ചെയ്ത ശ്രീകുമാർ. തൃശൂരിൽ വ്യാപാരികളെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി വേണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ജില്ലാതല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ സമിതി നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സിറ്റിംഗ് MLAയുടെ പേരുകൾ അതത് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനാപുരത്തു നിന്നും സിനിമാ താരം ജഗദീഷും കൊട്ടാരക്കരയിൽ MP കൊടിക്കുന്നിൽ സുരേഷും പട്ടികയിലുണ്ട്. ജില്ലാതല സ്ഥാനാർത്ഥി നിർണയ സമിതികൾ KPCCക്ക് നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. സിനിമാ താരങ്ങളായ സിദ്ദിഖിനെ അരൂരിലും ജഗദീഷിനെ പത്തനാപുരത്തും മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം ആലോചിക്കുന്നു. സിറ്റിംഗ് MLAമാരെ ആരെയും സാധ്യതാ പട്ടികയിൽ ഒഴിവാക്കിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ രമണി P. നായർ, ശരത്ചന്ദ്ര പ്രസാദ്, കരകുളം കൃഷ്ണപിള്ള, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. സിറ്റിംഗ് MLAമാരായ VS ശിവകുമാർ, K. മുരളീധരൻ, N. ശക്തൻ, പാലോട് രവി, വർക്കല കഹാർ, KS ശബരിനാഥ്, MA വാഹിദ് തുടങ്ങിയവർ അതത് മണ്ഡലങ്ങളിലെ പട്ടികയിലുണ്ട്. നേമത്ത് തമ്പാനൂർ രവി, PK വേണുഗോപാൽ, നെയ്യാറ്റിൻകര സനൽ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്.
തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാറിന് കൂടാതെ M വിൻസെന്റിന്റെ പേര് പട്ടികയിലുണ്ട്. ചിറയൻകീഴ് പന്തളം സുധാകരൻ, KS ഗോപകുമാർ എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. ഈ സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കാൻ സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രബാബു മത്സരിക്കും. കൊല്ലം ജില്ലയിൽ പ്രധാന നേതാക്കളെല്ലാം പട്ടികയിലുണ്ട്. ശൂരനാട് രാജശേഖരന്റെയും ബിന്ദുകൃഷ്ണയുടെയും പേര് കൊല്ലം മണ്ഡലത്തിൽ ലിസ്റ്റിലുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാനവാസ് ഖാൻ, R ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുണ്ട്. പത്തനാപുരത്ത് ജഗദീഷ്, PC വിഷ്ണുനാഥ്, ഷാഹിദ കമാൽ എന്നിവരുടെ പേരുകളാണുള്ളത്. പത്തനംതിട്ടയിൽ അടൂർ മണ്ഡലത്തിൽ പന്തളം സുധാകരൻ, JSSൽ നിന്ന് രാജിവെച്ച KK ഷാജു, കോന്നിയിൽ മന്ത്രി അടൂർ പ്രകാശ്, DCC അധ്യക്ഷൻ മോഹൻ രാജ്, ആറന്മുളയിൽ ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകളാണുള്ളത്. സാധ്യതാ പട്ടിക ഇന്നോ നാളെയോ ഹൈക്കമാൻഡിന് കൈമാറും. സിറ്റിംഗ് MLAമാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ 5 ജില്ലകളിലെ 39 സീറ്റുകളിലേക്കായി 200 പേരടങ്ങുന്ന ജംബോ പട്ടികയാണ് DCCകളിൽ നിന്നും KPCCക്ക് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഉൾപ്പെടെ 10 സീറ്റുകളിൽ സിറ്റിംഗ് MLAമാർ തന്നെ ജനവിധി തേടും. K ബാബു, CN ബാലകൃഷ്ണൻ എന്നീ മന്ത്രിമാരുടെ സീറ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ പേര് പരിഗണനയിലുണ്ട്. മധ്യകേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 39 സീറ്റുകളിലേക്കായി 200ഓളം പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് KPCCക്ക് DCCകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല തുടങ്ങി 10 സീറ്റുകളിൽ സിറ്റിംഗ് MLAമാരുടെ പേരുകൾ തന്നെയാണ് DCCകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ പറവൂർ, എറണാകുളം, കുന്നത്തുനാട്, ആലുവ, തൃക്കാക്കര, മൂവാറ്റുപുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് MLAമാർ തന്നെ ജനവിധി തേടുന്നത്. 20ഓളം സീറ്റുകളിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരായ K ബാബു, CN ബാലകൃഷ്ണൻ എന്നിവർക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടേക്കും. തൃപ്പൂണിത്തുറയിൽ ബാബുവിന് പകരം GCDA ചെയർമാൻ N വേണുഗോപാലിൻ്റെ പേരിനാണ് മുൻഗണന. വടക്കാഞ്ചേരിയിൽ CN ബാലകൃഷ്ണന് പകരം അബ്ദുറഹ്മാൻ കുട്ടി, അനിൽ അക്കര, PA മാധവൻ തുടങ്ങി 4 പേരുകളാണ് DCCയുടെ പട്ടികയിലുള്ളത്. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ്, മണലൂരിൽ PA മാധവൻ, തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ, ഒല്ലൂരിൽ MP വിൻസെന്റ് എന്നീ സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മണലൂരിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരരംഗത്തുണ്ടാവാനുള്ള സാധ്യതയേറി. ഘടകകക്ഷികൾ മത്സരിച്ച പൂഞ്ഞാർ, അങ്കമാലി, ഏറ്റുമാനൂർ, കുന്നംകുളം എന്നിവ തിരിച്ചുപിടിക്കണമെന്ന് വിവിധ DCCകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ PT തോമസ്, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ പേരുകൾ DCC നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നോമിനിയായ റോജി M ജോണിനാണ് സാധ്യത. അരൂരിൽ ചലച്ചിത്രതാരം സിദ്ദീഖിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, DCC പ്രസിഡന്റുമാരായ റോയ് K പൗലോസ്, VJ പൗലോസ്, ടോമി കല്ലാനി എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടെങ്കിലും ഇവർക്ക് സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ് തുടങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പേരും ചില മണ്ഡലങ്ങളിൽ പരിഗണനയിലുണ്ട്. ശരാശരി ഓരോ സീറ്റിലേക്കും 4 പേരുകളിലെങ്കിലും DCC നൽകിയ പട്ടികയിലുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന വലിയ കടമ്പയാണ് ഇനി KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സിറ്റിംഗ് MLAമാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് മലബാർ മേഖലയിൽ DCCകൾ KPCCക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ജംബോ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മലബാർ മേഖലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ജംബോ ലിസ്റ്റാണ് DCCകൾ KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 5ഉം 6ഉം പേരുകളുണ്ട്. കോൺഗ്രസിന് ഒരു MLA പോലുമില്ലാത്ത കോഴിക്കോട് കോൺഗ്രസ് മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലും 6 പേർ വീതമുള്ള ലിസ്റ്റാണ് DCC തയ്യാറാക്കിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് KC അബുവിന്റെ പേര് നാദാപുരം, ബേപ്പൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് K ജയന്ത്, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. മലപ്പുറത്ത് കോൺഗ്രസിന്റെ 4 സീറ്റുകളിൽ വണ്ടൂരിൽ മന്ത്രി AP അനിൽകുമാർ തന്നെ മത്സരിക്കും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, VV പ്രകാശ് എന്നിവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. ഇവിടെ തമ്മിലടി വരികയാണെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദിനെ രംഗത്തിറക്കിയേക്കും. പാലക്കാട് ഷാഫി പറമ്പിൽ, പട്ടാമ്പി CP മുഹമ്മദ്, ചിറ്റൂർ K അച്യുതൻ, തൃത്താല VT ബൽറാം എന്നിവർ വീണ്ടും ജനവിധി തേടും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കും. മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മിക്ക് പുറമെ അപ്പച്ചൻ കുറ്റ്യാട്ടിൽ, RK മഞ്ജു എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കണ്ണൂർ ഇരിക്കൂറിൽ മന്ത്രി KC ജോസഫ്, സതീശൻ പാച്ചേനി, സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ മത്സരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന്റെ പേരിനാണ് പ്രാമുഖ്യം. AP അബ്ദുള്ളക്കുട്ടിയുടെ പേരും DCC നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഉദുമയിലും തൃക്കരിപ്പൂരിലും K സുധാകരന്റെ പേര് പരിഗണിക്കപ്പെടുന്നു. ഉദുമയിൽ T സിദ്ദിഖ്, തൃക്കരിപ്പൂരിൽ KP കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കാഞ്ഞങ്ങാട് KP കുഞ്ഞിക്കണ്ണൻ, ഹരീഷ് P നായർ, M അസൈനാർ തുടങ്ങിയവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ന്യൂനപക്ഷക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ പി നസീറിനെയാണ് നിയമിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. അതേസമയം നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെ സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ ഡയറക്ടറുടെ നിയമനം ചോദ്യം ചെയ്ത് ഗവർണറും രംഗത്തെത്തി. 2011 സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി മതിയായ യോഗ്യതയില്ലാത്ത ഡോക്ടർ പി നസീറിനെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ പി നസീറിനെ ഭരണപരവും തന്ത്രപരവുമായ തസ്തികയിൽ നിയമിച്ച ശേഷം നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സർക്കാർ നേരത്തെ നടത്തി. ഇതിന്റെ ഭാഗമായി നിയമന ഫയൽ പല മന്ത്രിസഭാ യോഗങ്ങളിലും വന്നിരുന്നുവെങ്കിലും ഇക്കാര്യം വാർത്തയായതിനെ തുടർന്ന് സർക്കാർ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടെ ഡോക്ടർ പി നസീറിനെ നിയമിക്കുന്നതിനെതിരെ ധന, നിയമ, പൊതുഭരണ വകുപ്പുകൾ എതിർപ്പ് രേഖപ്പെടുത്തി. പി നസീറിന് സ്ഥിര നിയമനം നൽകുകയാണെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുമെന്നും കേരള സർക്കാർ സർവീസ് ആൻഡ് സബോർഡിനേറ്റ് റൂൾ ഭാഗം 28A-യുടെയും 2-ന്റെയും ലംഘനമാണെന്നും വകുപ്പ് സെക്രട്ടറിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മറികടന്നാണ് സ്ഥിര നിയമനം നടത്താൻ വീണ്ടും സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ ഫയലെത്തിച്ചത്. ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിന്റെ ബന്ധുവായ പി നസീറിനെ നിയമിക്കാൻ ക്യാബിനറ്റിൽ ആവശ്യവുമായി എത്തിയത് ലീഗ് മന്ത്രിയാണ്. കോടികളുടെ ഇടപാട് ഇതിന് പിന്നിലുണ്ടെന്നും ആരോപണമുണ്ട്. IAS പദവിയിലുള്ള ആൾ ഇരിക്കേണ്ട തസ്തികയാണ് നിയമവിരുദ്ധമായി പി നസീറിന് നൽകിയിരിക്കുന്നത്. ഇതിനിടെ നിയമനം ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ ഗവർണർ പി സദാശിവം രംഗത്തെത്തി. തുടർന്ന് നിയമന ഫയൽ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. പക്ഷേ ഗവർണറുടെ നിർദ്ദേശം അവഗണിച്ചാണ് ഇപ്പോൾ പി നസീറിനെ നിയമിച്ച സർക്കാർ ഉത്തരവിറക്കാൻ ഒരുങ്ങുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PF നിക്ഷേപത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി ഏർപ്പെടുത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു. PF പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ശുപാർശയെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. വിരമിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുകയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമമാണിതെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിച്ചു. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്നിച്ച് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകുന്നതാണ്. ഭാഗമായോ? BJP ലയിക്കാനല്ലോ, NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനം മാറ്റുകയാണ്. അതെ, മൂന്നാം ചേരിയല്ല, അതിന്റെ ഭാഗമാകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ ഈ മാസം 19-ന് പ്രഖ്യാപിക്കുമെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. 2 തവണ മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇളവ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനമെടുക്കുമെന്നും കാനം വ്യക്തമാക്കി. എക്സിക്യൂട്ടീവും കൗൺസിലും കൂടുന്നുണ്ട്. 18ഉം 19ഉമാണ് അവസാനം കൂടുന്നത്. 19-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടി അതിൻ്റെ മാനദണ്ഡം നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്യാം. ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു ക്ലെയിമുണ്ട്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ചകൾ പൂർത്തിയായി. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, ദളിതർ, മൂന്നാം ലിംഗക്കാർ തുടങ്ങിയവരുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടാനും സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതികൾ മറികടക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ചർച്ചകളിൽ ഉയർന്നുവന്നത്. സരിത നായരെ അറിയാമെന്ന് ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. നിയമസഭയിൽ വെച്ച് സരിതയെ ജോപ്പനൊപ്പം കണ്ടുവെന്ന് നസീറ ബീഗം എന്ന വനിതാ പോലീസ് ഓഫീസർ മൊഴി നൽകിയത് തെറ്റാണെന്നും ജോപ്പൻ കമ്മീഷനോട് വ്യക്തമാക്കി. അന്ന് ശെൽവരാജ് മുഖ്യമന്ത്രിയെ കണ്ടുവോ എന്ന് തനിക്കറിയില്ലെന്നും ജോപ്പൻ പറഞ്ഞു. തന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മലയിലിൽ ശ്രീധരൻ നായർ വന്നപ്പോൾ താൻ ശ്രീധരൻ നായരെ കണ്ടിട്ടുണ്ടെന്നും ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി.